അന്ന് യേശു വളരെ ശ്രദ്ധയാർജിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: യോഹന്നാൻ്റെ കാലം മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിൻ്റെ വിഷയമായിരുന്നു. ബലവാന്മാർ മാത്രം അത് പിടിച്ചടക്കിയിരുന്നു. എന്നാൽ അതിപ്പോൾ തുറന്നു കൊടുക്കുകയാണ്. തുറന്നു കൊടുത്ത ആരാണ്? ക്രിസ്തുവാണ്. ഇത് പറയുമ്പോൾ മുമ്പിലിരുന്ന എല്ലാവർക്കും അതൊരു ഫുൾ സ്റ്റോപ്പിന് സമാനമാണ്. ഇത്രയും കാലം യഹൂദരും നിയമജ്ഞരൊക്കെ ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അവരാണ് എല്ലാത്തിനേക്കാളും ഉയർന്നവർ, അവരാണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് സ്വർഗരാജ്യം അവരുടേത് മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ പണ്ടെന്നോ നമ്മൾ ഉപയോഗിച്ച വാക്ക് പോലെ അൺടച്ചബിൾ ഔട്ട്കാസ്റ്റിനുള്ളതാണ്. അങ്ങനെ അവരൊക്കെ പുറത്താണെന്നും ഞങ്ങളൊക്കെ അകത്താണെന്നും ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ യേശു ഇന്ന് കാലങ്ങൾ മാറ്റി. ഈ ബലം പ്രയോഗിച്ച് സ്വർഗരാജ്യം നിങ്ങൾ സ്വന്തമാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ അത് ഇതോടുകൂടി തീർന്നു. സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയവർക്ക് പോലുള്ളതാണ്. അതാണ് യേശു ഇന്ന് ആദ്യം പറയുന്നത്. സ്നാപയോഹന്നാൻ എല്ലാവരെക്കാളും വലിയവനാണ്, പക്ഷേ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും ഇവനേക്കാൾ വലിയവനാണ്. എന്ന് വെച്ചാൽ സ്നാപയോഹന്നാനെ കുറച്ച് കാണിച്ചതല്ല, പക്ഷേ ഈ ചെറിയ സ്വർഗരാജ്യത്തിലെ മനുഷ്യർക്ക് പോലും ഇടമുണ്ടെന്ന് കാണിച്ചതാണ്. സ്വർഗരാജ്യം ക്രിസ്തു എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കയറിച്ചല്ലേ. ഒരു കാലഘട്ടത്തെ ക്രിസ്തു മാറ്റിമറിച്ചതാണ്. മനുഷ്യരെയൊക്കെ ഇങ്ങനെ മാറ്റി നിർത്താമെന്നും കഥകടച്ച് പുറത്തു നിർത്താമെന്നൊക്കെ ചിന്തിച്ചാൽ അതൊന്നും നടക്കുന്ന കാലഘട്ടത്തിലല്ല നമ്മളൊക്കെ ജീവിക്കുന്നത്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തീയതയുമല്ല എന്നുള്ളതാണ് സത്യം. മനുഷ്യരെല്ലാവർക്കും ദൈവത്തിന് അടുത്ത് ഇടമുണ്ട്. എല്ലാവർക്കും ദൈവത്തിൻ്റെ സ്വന്തമാകാനുള്ള അവസരമുണ്ട്. അതിന് പ്രത്യേകിച്ച് ആരും റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്വർഗരാജ്യം ക്രിസ്തു എല്ലാവർക്കുമായി തുറന്നപ്പോൾ കുറേ മനുഷ്യർക്ക് അത്ര പിടിച്ചില്ല. പക്ഷേ ക്രിസ്തു എല്ലാവർക്കുമായിട്ട് പറഞ്ഞു, ദൈവം നിങ്ങളുടെ അടുത്താണ്, നിങ്ങളുടെ ഉള്ളിലാണ്, നിങ്ങളുടെ ഹൃദയത്തിലാണ്. ഇങ്ങനെ ദൈവം അവരുടെ അടുത്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ കാലഘട്ടത്തിന് തന്നെ പുതിയൊരു മാറ്റമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോരുത്തരും ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരു പാഠം ഇതാണ്: ദൈവം നമ്മുടെ അടുത്താണ്. അതാണല്ലോ വാക്ക് ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. ആർക്കും അടുക്കാൻ കഴിയാത്ത വിധത്തിൽ, ദൂരെയാകുന്ന വിധത്തിൽ അല്ല ക്രിസ്തു, നമ്മുടെയൊക്കെ അടുത്താണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.